ഒരു മാഷ്. കുറേ കാലങ്ങൾ കഴിഞ്ഞ് ആ മാഷ് പണ്ട് പഠിപ്പിച്ചൊരു കുട്ടിയെ കണ്ട കഥയുണ്ട്. ഈ കുട്ടിക്ക് കുട്ടിയല്ല, മുതിർന്ന ആളായിട്ടുണ്ട്. അവന് മാഷെ കണ്ടപ്പോഴേ മനസ്സിലായി. പക്ഷെ മാഷയ്ക്ക് എത്ര ആലോചിച്ചിട്ടും അവന് മനസ്സിലാവണില്ല. അപ്പം ഇവൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്, മാഷ് എൻ്റെ പേര് ഓർമ്മയില്ലേ, എൻ്റെ ക്ലാസ് ഓർമ്മയില്ലേ. മാഷിന് എത്ര ആലോചിച്ചിട്ട് അവനെ കിട്ടില്ല. മാഷയ്ക്ക് എങ്ങനായിട്ടും മനസ്സിലാവണില്ല എന്ന് വന്നപ്പോൾ അവനൊരു സംഭവം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ആ സംഭവം പറഞ്ഞാൽ മാഷയ്ക്ക് എന്നെ ഓർമ്മ വരും. അത്ര നല്ലൊരു സംഭവമല്ല, എന്നാലും അവൻ പറഞ്ഞു, മാഷേ ഒരു ദിവസം എൻ്റെ ക്ലാസ്സിൽ പഠിച്ചൊരു കുട്ടിയുടെ അച്ഛൻ ഗൾഫിലാണ്. അപ്പോൾ അച്ഛൻ അവന് നല്ലൊരു വാച്ച് കൊടുത്തയച്ചിട്ട് ആ വാച്ചും കൊണ്ടാണ് അവൻ ക്ലാസ്സിലേക്ക് വന്നത്. ക്ലാസ്സിലേക്ക് വാച്ചും കൊണ്ട് അവൻ വന്ന് ഉച്ചയായപ്പോഴേക്ക് വാച്ച് കാണാനില്ല. വാച്ച് പോയി. മാഷിക്ക് അപ്പം തന്നെ മനസ്സിലായി ആ വാച്ച് ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടില്ല. അപ്പം മാഷി ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് വന്നിട്ട് ഞങ്ങളോട് എല്ലാവരോടും എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞിട്ട് മാഷ് അസാധാരണമായൊരു കാര്യം കൂടി പറഞ്ഞു. ഞങ്ങളോട് എല്ലാവരോടും കണ്ണടച്ചു പിടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും കണ്ണടച്ചു. ഒരാളും തുറക്കരുത് എന്ന് മാഷ് പറഞ്ഞു. ഒരാളും തുറക്കാതെ കണ്ണുകൾ പൂട്ടി. ആ സമയത്ത് മാഷ് ഞങ്ങളുടെ എല്ലാവരെയും വന്നിങ്ങനെ പരിശോധിച്ച് ഒരാളെ കീശയിൽ നിന്ന് അത് കിട്ടി. ആ, എനിക്ക് ഓർമ്മയുണ്ട് മാഷെ, അത് ഞാനായിരുന്നു, എൻ്റെ കീശയിൽ നിന്ന് കിട്ടിയ. ഇപ്പം മാഷക്ക് ഓർമ്മ വന്നോ? നിന്നെ ഓർമ്മ വന്നോ? എടാ, എനിക്ക് ആ സംഭവം ഓർമ്മയുണ്ട്, പക്ഷെ നിന്നെ ഓർമ്മയില്ല. നീ പറഞ്ഞ സംഭവം എനിക്ക് നല്ല ഓർമ്മയുണ്ട്, പക്ഷെ നിന്നെ ഓർമ്മയില്ല. അതെന്താ മാഷെ ഓർമ്മയില്ലാത്ത? മാഷ് പറഞ്ഞു, നിങ്ങളോട് എല്ലാവരോടും കണ്ണടക്കാൻ പറഞ്ഞത് എന്തിനാണെന്നറിയോ? നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് കള്ളനെന്ന് നിങ്ങൾ ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എടാ, ഞാനും കണ്ണടച്ചിരുന്നു. എൻ്റെ കുട്ടികളുടെ കൂട്ടത്തിൽ ആരാണ് കള്ളനെന്ന് എനിക്കറിയണ്ട. അവനൊന്നും പറയാൻ കിട്ടിയില്ല. അവൻ മാഷിൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് കുറേ സമയം ഇങ്ങനെ നിന്ന്. അവൻ്റെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കുന്നൊരു നിമിഷമാണത്. നമ്മൾ മരം നടുക എന്ന് പറയാ. സത്യത്തിൽ മരമല്ല നടുന്നത്, ചെടിയാണ് നടുന്നത്. ആ ചെടി പിന്നെ മരമായിട്ട് മാറുക. കുട്ടിക്കാലത്ത് ഒരാൾക്ക് കിട്ടുന്ന ഓർമ്മകളാണ് അയാൾ. കുട്ടിക്കാലത്ത് ഒരാൾക്ക് കിട്ടുന്ന മുറിവുകളാണ് അയാൾ. കുട്ടിക്കാലത്ത് ഒരാൾക്ക് കിട്ടുന്ന ഒറ്റപ്പെടലുകളാണ് അയാൾ. ജീവിതകാലം മുഴുവനും അയാളെ അത് വേട്ടയാടിക്കൊണ്ടേയിരിക്കും. അതാണ് പുളിങ്കുരു ഇല്ലേ? പുളിങ്കുരു ഇങ്ങനെ നനവുള്ളൊരു സ്ഥലത്ത് വെറുതെ കൊണ്ടുപോയി വെച്ചാൽ മതി, കുഴിച്ചിട്ടൊന്നും വേണ്ട അല്ലേ? അപ്പോഴേക്കും അതിങ്ങനെ തെളിർത്ത് വരുമല്ലോ. പെട്ടെന്ന് തെളിർത്ത് വരുന്ന ഒന്നാണ് പുളിങ്കുരു, പുളിഞ്ചെടി. അങ്ങനെ തെളിർത്ത് വരാൻ തുടങ്ങുന്ന സമയത്ത് ആ ചെടിയിൽ വെറുതെ ഒരു മുട്ടുസൂചി കൊണ്ടൊരു കുത്തു കൊടുത്ത് നോക്കണ്ടോ? പുളിമരമായാലും ആ കുത്ത് അവിടെ തന്നെ ഉണ്ടാവും, പോവില്ല. എന്നാൽ പുളിമരമായതിനു ശേഷം മുട്ടുസൂചി കൊണ്ടല്ല, മഴ കൊണ്ട് വെട്ടിയാലും നമ്മൾ മഴവും തെറിച്ചു പോകുന്നല്ലാതെ ആ മരത്തിനൊന്നും പറ്റൂല. എനിക്കിപ്പോൾ 41 വയസ്സായി. ഈ 41 വയസ്സുള്ള എന്നെ ഇത്രയും ആളുകളുടെ ഇടയിൽ വെച്ച് നിങ്ങൾ അപമാനിച്ചു നോക്കൂ, എന്നെ കളിയാക്കി നോക്കൂ, എനിക്ക് വേദനിക്കും. പക്ഷെ ഒരു 4-5 മിനിറ്റ് കൊണ്ട് അതിൽ നിന്ന് ഞാൻ പുറത്ത് കിടക്കും. ആ വേദനയിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള ഒരു മെക്കാനിസം എൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടാവും. എന്നാൽ 4 വയസ്സായൊരു കുട്ടിയെയാണ് അതേപോലെ അപമാനിക്കുന്നതെങ്കിൽ 41ാമത്തെ വയസ്സിലും ആ കാര്യം പറഞ്ഞ് കരയും. അതാണ് കുട്ടിക്കാലം. ഒരാൾ കുട്ടിക്കാലത്ത് ഈ ലോകം കാണുന്നുള്ളൂ, പിന്നുള്ളതൊക്കെ അന്ന് കിട്ടിയതിൻ്റെ ഓർമ്മകളാണ്. അതുകൊണ്ടാണ് ഒരു കുട്ടിയോട് സംസാരിക്കുമ്പോൾ അത്രയും സൂക്ഷിക്കണം എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ കുട്ടികൾക്ക് ഉമ്മ കൊടുക്കാറുള്ളത് എങ്ങനെയാണ്? കുട്ടികൾക്ക് ഉമ്മ കൊടുക്കാറുള്ളത് കുട്ടി ഇങ്ങോട്ട് വരില്ല, നമ്മൾ അങ്ങോട്ട് പോവുക ചെയ്യുക അല്ലേ? ചെറിയൊരു കുഞ്ഞിന് ഉമ്മ കൊടുക്കാൻ നമ്മൾ ആ കുട്ടിയോളം താഴ്ന്നിട്ടാണ് ഉമ്മ കൊടുക്കുക. കുട്ടികളോട് സംസാരിക്കേണ്ടത് അങ്ങനെയാണ്, കുട്ടികളോളം താഴ്ന്ന്. കുട്ടികളോട് കഥ പറയേണ്ടത് അങ്ങനെയാണ്, കുട്ടികളോളം താഴ്ന്ന്. കുട്ടികളോട് കവിത പറഞ്ഞു കൊടുക്കേണ്ടത് അങ്ങനെയാണ്, കുട്ടികളോളം താഴ്ന്ന്. കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അങ്ങനെയാണ്, കുട്ടികളോളം താഴ്ന്ന്. ബാഴ്സലോണ എന്ന് പറയുന്നൊരു ക്ലബ്ബുണ്ട് ലോകത്ത്, ഫുട്ബോളേ, ബാഴ്സലോണ ഫേമസ് ആയിട്ടുള്ള ക്ലബ്ബാണ്.
ഒരു സാധാരണ നാട്ടുമ്പുറത്ത് തുടങ്ങിയ ഒരു ക്ലബ്ബ് പിന്നെ ലോകപ്രസിദ്ധമായി തീർന്നത്. അപ്പം ഇന്ന് ബാഴ്സലോണയ്ക്ക് ഒരു കളി ഉണ്ടെങ്കിൽ ഈ സംസാരിക്കുന്ന ഞാൻ ആ കളി അറിഞ്ഞിരിക്കണം. അതിൽ ആരാണ് ഗോളടിച്ചത് എന്നറിയണം, അതിൽ ആരാണ് ജയിച്ചത് തോറ്റത് എന്നറിയണം. കാരണം എന്താണെന്നറിയോ, ബാഴ്സലോണയെ അത്ര ഇഷ്ടപ്പെടുന്ന ഒരാൾ എൻ്റെ വീട്ടിലുണ്ട്. അയാളോട് എനിക്ക് സംസാരിക്കണമെങ്കിൽ എനിക്ക് ബാഴ്സലോണയെ അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിലോ എനിക്ക് അയാളോട് സംസാരിക്കാൻ കഴിയില്ല. ഞങ്ങൾ തമ്മിലൊരു സംസാരം തുടങ്ങണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞു തുടങ്ങണം. കുട്ടികളോട് സംസാരിക്കണമെങ്കിൽ കുട്ടികളോളം താഴണം, കുട്ടികൾക്ക് ഉമ്മ കൊടുക്കണ പോലെ. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടത് ആരോടാണെന്നറിയോ? നമ്മുടെ കുട്ടികളോടാണ്. നമ്മൾ ഈ തിരക്കിനിടയിൽ അതെങ്ങാനും ഇങ്ങനെ കുറഞ്ഞു പോയല്ലേ അവർ നമ്മളോടുള്ള കമ്മ്യൂണിക്കേഷൻ കുറയും. കമ്മ്യൂണിക്കേഷൻ കുറയുമ്പോൾ ഒരു ഇമോഷണലി ഉണ്ടാവുന്ന ഒരു ബോണ്ടിങ് ഉണ്ട്, ഒരു അടുപ്പം. ആ അടുപ്പം കുറയും. ആരോടാണോ ഒരാൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് അയാളാണ് ആ മനുഷ്യൻ ഏറ്റവും വിലപ്പെട്ട ആള്. ലോകത്ത് എവിടെ പോയാലും അയാളെ തിരഞ്ഞു വരും. ഫോണായിട്ടോ മെസ്സേജായിട്ടോ അയാളെ തിരഞ്ഞ് നടന്നുകൊണ്ടേയിരിക്കും. ഇവിടെ ഇത്രയധികം രക്ഷിതാക്കള് ഉള്ളത് കൊണ്ട് പറയാം. ഒരു കഥ ഉണ്ട്, നിങ്ങൾ കേട്ടതാണെന്നറിയില്ല. അമ്മയുടെ കുഞ്ഞിനെ ഒക്കത്ത് വെച്ചിട്ട് ഇങ്ങനെ നടന്നു പോവാ. യാചകയാണ്, ഭിക്ഷാടനം നടത്തുന്ന ആളാണ്. അപ്പം ഇങ്ങനെ നടന്നു പോകുന്നതിനിടയിൽ അവരുടെ മുന്നിലൊരു വലിയ ഗുഹ. ആ ഗുഹയുടെ മുന്നിൽ ഒരു സെക്യൂരിറ്റി ഉണ്ട്. ആ സെക്യൂരിറ്റി അമ്മയോട് പറഞ്ഞു, ഈ ഗുഹയുടെ ഉള്ളിൽ നിറയെ സ്വർണ്ണമാണ്, വജ്രമാണ്, വലിയ പൈസയാണ്, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. പക്ഷേ 2 മിനിറ്റ് കഴിഞ്ഞാൽ ബെല്ലടിക്കും. ആ ബെല്ലടിക്കുന്നതോടെ നിങ്ങൾ പുറത്തേക്ക് ചാടിയിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ചാടാൻ കഴിയാത്ത വിധം ആ ഗുഹ അടഞ്ഞു പോകും. മതിയല്ലോ, 2 മിനിറ്റൊക്കെ മതിയല്ലോ വാരിക്കൂട്ടാൻ, അത്രയൊക്കെ മതി. അങ്ങനെ അമ്മ ഈ ഗുഹയുടെ ഉള്ളിലേക്ക് പോയി വാരിക്കൂട്ടാൻ തുടങ്ങി. സ്വർണവും വെള്ളിയും ഒക്കെ വാരിക്കൂട്ടുന്നതിനിടയിൽ ബെല്ലടിച്ചു. സമയം കഴിഞ്ഞ് അവർ പുറത്തേക്ക് ചാടി. അവരുടെ കയ്യിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു 2 തലമുറക്ക് ജീവിക്കാൻ ആവശ്യമുള്ള അത്രയും ശേഖരമുണ്ട് കയ്യിൽ. പൈസയായിട്ടോ സ്വർണ്ണമായിട്ടോ ഒക്കെ ഉണ്ട്. ഭയങ്കര സന്തോഷം, ഭയങ്കര അതിരില്ലാത്ത സന്തോഷം. പക്ഷെ അപ്പോഴാണ് ഒരു പ്രശ്നം ഉണ്ടായത്. അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കുഞ്ഞില്ലേ, ആ കുഞ്ഞ് ഗുഹയുടെ ഉള്ളിൽ അകത്തായിപ്പോയി. ഇനി ഒരിക്കലും തുറക്കില്ല. നമ്മൾ ചിലതൊക്കെ വാരിക്കൂട്ടുന്നതിനിടയിൽ ചിലത് മറന്നു വെച്ചാൽ പിന്നെ ഒരിക്കലും തിരിച്ചെടുക്കാനാകാത്ത വിധം അത് നമ്മുടെ കയ്യിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടാവും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ കുട്ടികളുടെ കുട്ടിക്കാലമായിരിക്കും. നമ്മുടെ കുട്ടികൾക്ക് ആകെ ഒരു കുട്ടിക്കാലേ ഉള്ളൂ. അതാണ് പ്രശ്നം. നമുക്ക് ആകെ ഒരു മോനേ ഉള്ളൂ. അപ്പം മോൻ്റെ ഫോട്ടോ ഇങ്ങനെ നോക്കുമ്പോഴേ സങ്കടം വരും. കാരണം അവനിപ്പോൾ കുറച്ച് വലിയ കുട്ടിയായി, മീശൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ അവൻ്റെ കുട്ടിക്കാലത്തെ ഫോട്ടോ ഇങ്ങനെ കാണുമ്പോൾ സങ്കടം വരും. ഇവൻ എപ്പോഴാണ് വലുതായത് എന്നിങ്ങനെ ആലോചിക്കില്ലേ, നമ്മളൊക്കെ ആലോചിക്കില്ലേ, എപ്പോഴാണ് ഈ കുട്ടി വലുതായത്, വലിയ കുട്ടിയായത്, മീശ വന്നു, സൗണ്ട് മാറി, ആളാകെ മാറി. പെൺകുട്ടിയാണെങ്കിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ. നമ്മുടെ ആ പഴയ കുട്ടി പോയി. ഒട്ടിടക്കേതോ വരം കൊണ്ടിവൾ പണ്ടേ പോലെ കുട്ടിയായിരുന്നെങ്കിൽ എന്ന് നമ്മുടെ പഴയൊരു കവി പാടുന്നുണ്ട്. ഒട്ടിടക്കേതോ വരം കൊണ്ടിവൾ പണ്ടേ പോലെ കുട്ടിയായിരുന്നെങ്കിൽ. ഒരു വരം കിട്ടിയിട്ടേ എൻ്റെ കുട്ടി ആ പഴയ കുട്ടിയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആഗ്രഹിക്കാത്ത ഏതൊരു രക്ഷിതാവുള്ളത്. അപ്പോൾ ലോകത്ത് ഏതൊരു മനുഷ്യനും ഒരേ ഒരു പ്രാവശ്യമേ അയാളുടെ ജീവിതത്തെ കാണുന്നുള്ളൂ. അത് അയാളുടെ കുട്ടിക്കാലമാണ്. ആ കുട്ടിക്കാലത്ത് കിട്ടിയതെല്ലാം അയാളുടെ ഓർമ്മകളായി അയാളുടെ പിന്നാലെ വന്നുകൊണ്ടേയിരിക്കും. ബാലേട്ടൻ എന്നൊരു സിനിമ ഉണ്ടായിരുന്നു. അതിൽ അച്ഛൻ മരിച്ചതിൻ്റെ പിറ്റേ ദിവസം മകൻ പാടുന്നൊരു പാട്ടുണ്ട്. അച്ഛൻ മരിച്ചതിൻ്റെ പിറ്റേന്ന് മകൻ പാടുന്ന പാട്ടാണ്. അതിലൊരു വരി ഇങ്ങനെയാ: ഉള്ളിനുള്ളിലെ അക്ഷരപ്പൂട്ടുകൾ ആദ്യം തുറന്നു തന്നു. ഇത് രസമുള്ള വരിക. ഉള്ളിനുള്ളിലെ അക്ഷരങ്ങളൊക്കെ ലോക്കായി കിടക്കിയിരുന്നു. അച്ഛൻ വന്ന് അതൊക്കെ തുറന്നു തന്നു. എന്നിട്ട് ആ അക്ഷരങ്ങളെല്ലാം സ്വതന്ത്രമായി എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകി. അച്ഛനാണ് അതെനിക്ക് തുറന്നു തന്നത് അല്ലേ. 1ാം ക്ലാസ്സിലേക്ക് ഇവിടെ പഠിച്ച ആളുകളെ ഈ ഗേറ്റ് കടന്ന് ഇങ്ങനെ കൊണ്ടുവന്ന ഒരാളുണ്ടാവും.
അച്ഛനാവാം, അമ്മയാവാം, മുത്തശ്ശനാവാം, അമ്മാവനാവാം. ആ മനുഷ്യനെ ഈ ആയുസ്സിൽ മറക്കാൻ പാടില്ല. ആദ്യമായി കൈപിടിച്ചു കൊണ്ടുവന്ന ആ മനുഷ്യനെയും ആദ്യമായി അക്ഷരം പഠിപ്പിച്ച മനുഷ്യനെയും ഈ ആയുസ്സിൽ മറക്കാൻ പാടില്ല. കടമ്മനിട്ടയുടെ ഒരു കവിതയുണ്ട്, വല്ലാത്തൊരു കവിതയാണ്. ആകെ ഒരു വരികയുള്ളൂ, നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. ഇത് നമ്മൾ വലിയ ആൾക്കാരാ, ഇത് വെറുതെ ആയതല്ല. കുറേ മനുഷ്യന്മാരിങ്ങനെ കൈപിടിച്ച് നടത്തിയിട്ട് അവരുടെ തണലും തലോടലും തണുപ്പും അനുഭവിച്ച് നമ്മളായിത്തീർന്നതാണ്. നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. എന്താണ്? നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. നമ്മൾ ഓർക്കുക നമ്മളെങ്ങനെ നമ്മളായെന്ന്. മലയാളത്തിലൊരു സിനിമ നടനുണ്ട്, അയാളായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഉണ്ട്. ഒരു പുതിയ നടനാണ് കേട്ടോ, ചെറുപ്പക്കാരനാണ്. അപ്പം അയാളായിട്ടുള്ളൊരു അഭിമുഖം നടക്കുക. ആ അഭിമുഖത്തിൽ അയാളോട് അയാളുടെ അച്ഛനെ കുറിച്ച് ചോദിച്ചു. അച്ഛനെ കുറിച്ച് ചോദിച്ചപ്പോൾ അയാൾ വളരെ ആവേശത്തോടെ പറഞ്ഞു, അച്ഛനൊരു സാധാരണക്കാരനാണ്, സിനിമാ നടനൊന്നുമല്ല, ഒരു വക്കീലാണ്. സാധാരണ ഒരു വക്കീലിൻ്റെ മകനാണ് ഇയാൾ. അപ്പം അച്ഛനെ കുറിച്ചൊക്കെ വളരെ ആവേശത്തോടെ പറഞ്ഞു. പിന്നെ അമ്മയെക്കുറിച്ച് ചോദിച്ചു, അമ്മയെക്കുറിച്ച് ആവേശത്തോടെ പറഞ്ഞു. പിന്നെ ഇയാൾക്ക് ആകെ ഒരു ചേട്ടനേ ഉള്ളൂ. ചേട്ടനെ കുറിച്ച് ചോദിച്ചപ്പോഴും ഇയാൾ ആവേശത്തോടെ പറയാൻ തുടങ്ങി, പറയാൻ കിട്ടണില്ല. ഇയാൾ എത്ര ശ്രമിച്ചിട്ടും പറയാൻ കിട്ടില്ല. ഇയാൾക്ക് വിഷമാവുക, കണ്ണൊക്കെ ഇങ്ങനെ നിറയാൻ തുടങ്ങി. ഇയാളൊരു ടിഷ്യൂ എടുത്തിട്ട് കണ്ണൊക്കെ ഇങ്ങനെ തുടച്ചിട്ട് പറയണത് എന്താണെന്നറിയോ, എൻ്റെ ചേട്ടനെ കുറിച്ച് പറയാൻ തുടങ്ങുമ്പോഴൊക്കെ എനിക്ക് സങ്കടം വരും, അവനെ കുറിച്ച് പറയാൻ തുടങ്ങുമ്പോഴൊക്കെ എനിക്ക് വിഷമം വരും. അതിൻ്റെ കാരണം അവൻ പറഞ്ഞതാ, ഇവനെ എഞ്ചിനീയർ ആയിരുന്നു ശരിക്കും. പക്ഷെ എഞ്ചിനീയറായിട്ട് ജോലി കിട്ടിയിട്ട് അവൻ രാജിവെച്ചു. എന്നിട്ട് സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ഭ്രാന്ത് പിടിച്ച് നടക്കുക. അപ്പൊ ആദ്യമൊന്നും നല്ല വേഷമൊന്നും കിട്ടില്ലല്ലോ, ഇവന് വരുമാനമൊന്നും ഇല്ലല്ലോ. ഇവന് വസ്ത്രം വാങ്ങണം, വണ്ടിയിൽ എണ്ണ അടിക്കണം, ഭക്ഷണം കഴിക്കണം, അതൊക്കെ വേണ്ടേ. ഇതിനൊന്നും എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ലല്ലോ. അപ്പൊ എല്ലാ മാസവും ഒരാൾ ഇവന് പൈസ കൊടുക്കും. കൊടുക്കുന്നത് എത്രയാണെന്നറിയോ? 4000 രൂപ. അതാരാണെന്നറിയോ? ഈ ചേട്ടൻ. അന്ന് ചേട്ടൻ എത്ര ശമ്പളം എന്നറിയോ? 14,000 രൂപ. ആകെ 14,000 കിട്ടുന്ന ഒരാള് ജോലി കിട്ടിയിട്ടും അത് രാജിവെച്ച് സിനിമന്റെ പിന്നാലെ നടക്കുന്ന അനുജന്റെ കയ്യിലേക്ക് 4,000 കൊടുത്ത കഥ അനുജൻ പറയുന്നത് എപ്പോഴാണെന്നറിയോ? ഇയാൾ വലിയ നടനായതിനു ശേഷം. കോടികൾ ശമ്പളം വാങ്ങുന്ന കാലത്ത് പഴയ 4,000ന്റെ കഥ പറഞ്ഞ് കണ്ണ് നിറയുന്നതിൻ്റെ പേരാണ് നന്ദി. നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. നമ്മൾ വെറുതെ നമ്മളായതല്ല, കുറേ മനുഷ്യർ നമ്മളാക്കിയതാണെന്നുള്ള ഒരാളുടെ ഒരു ബോധമുണ്ടല്ലോ. ആ ബോധം അയാൾക്ക് ഉണ്ടാകുമ്പോൾ കുറേ മനുഷ്യന്മാർ നമുക്ക് തന്നത് നമ്മൾ മറ്റുള്ളവർക്കും കൊടുക്കാൻ തുടങ്ങും. അത്രയേ ഉള്ളൂ. കുറേ മനുഷ്യർ നമ്മൾക്ക് തന്നത് നമ്മൾ മറ്റുള്ളവർക്കും കൊടുക്കാൻ തുടങ്ങും. ഓക്കെ, പോരെ? നിങ്ങളുടെ ഈ സ്കൂൾ വാർഷികത്തിനും ഈ സംഗമത്തിനും എല്ലാ തരത്തിലുള്ള ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.